സങ്കീർത്തനം 4-ാം അധ്യായത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം, ഈ അധ്യായത്തിൽ കാണുന്ന ഭക്ഷ്യവിള എന്താണ്? ഉത്തരം ധാന്യം, 4-7. അടുത്ത ചോദ്യം, ഒരു ഇംഗ്ലീഷ് അക്ഷരത്തിൽ തുടങ്ങി ഒരു സ്ത്രീനാമത്തിൽ അവസാനിക്കുന്ന ഒരു പദം ഏതാണ്? ഉത്തരം വിശാലത, ഇംഗ്ലീഷ് അക്ഷരം വി, സ്ത്രീനാമം ലത, 4-1. അടുത്ത ചോദ്യം, തനിക്കായി യഹോവ വേർതിരിച്ചിരിക്കുന്നത് ആരെയാണ്? ഉത്തരം യഹോവ ഭക്തനെ, 4-3. അടുത്ത ചോദ്യം, കോപം വരുമ്പോൾ എന്ത് ചെയ്യാനാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്? ഉത്തരം പാപം ചെയ്യാതിരിക്കാൻ, കിടക്കയിലായിരിക്കുമ്പോൾ സ്വന്തം ഹൃദയത്തിൽ സംസാരിച്ച് മിണ്ടാതെ ഇരിക്കുവാനുമാണ്. സങ്കീർത്തനം 4-4. അടുത്ത ചോദ്യം, ഞെരുക്കത്തിലായിരുന്നപ്പോൾ യഹോവ നൽകിയത് എന്താണ്? ഉത്തരം വിശാലത, 4-1. അടുത്ത ചോദ്യം, 4-ാം അധ്യായത്തിൽ കാണുന്ന ഒരു യാഗം എന്താണ്? ഉത്തരം നീതിയാഗം, 4-5. അടുത്ത ചോദ്യം, പലരും പറയുന്ന ഒരു കാര്യം എന്താണ്? ഉത്തരം നന്മ ആര് കാണിക്കുമെന്ന്, സങ്കീർത്തനം 4-6. അടുത്ത ചോദ്യം, ദാവീദ് എങ്ങനെയുള്ള ദൈവത്തെയാണ് വിളിച്ചത്? ഉത്തരം നീതിയുള്ള ദൈവത്തെ, 4-1. അടുത്ത ചോദ്യം, ദാവീദിന്റെ ഹൃദയത്തിൽ യഹോവ കൊടുത്തത് എന്താണ്? ഉത്തരം സന്തോഷം, 4-7. അടുത്ത ചോദ്യം, പുരുഷന്മാർ മാനത്തെ നിന്നയാക്കി മായ ഇച്ഛിച്ച് അന്വേഷിക്കുന്നത് എന്താണ്? ഉത്തരം വ്യാജത്തെ, 4-2. അടുത്ത ചോദ്യം, എന്തിൽ ആശ്രയം വെപ്പിനെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം യഹോവയിൽ, 4-5. അടുത്ത ചോദ്യം, സങ്കീർത്തനക്കാരൻ എങ്ങനെ കിടന്നുറങ്ങുന്നു എന്നാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം സമാധാനത്തോടെ, 4-8. അടുത്ത ചോദ്യം, ഈ അധ്യായത്തിൽ കാണുന്ന ഒരു സ്ത്രീനാമം, ഈ സ്ത്രീനാമം മറ്റൊരു പുസ്തകത്തിൽ 40ഓളം പ്രാവശ്യം കാണാൻ പറ്റും. സ്ത്രീനാമം എന്ത്? മറ്റൊരു പുസ്തകം ഏത്? ഉത്തരം സ്ത്രീനാമം മായ, മറ്റൊരു പുസ്തകം സഭാപ്രസംഗി, 4-2. അടുത്ത ചോദ്യം, മുന്തിരി പുളിപ്പിച്ചുണ്ടാക്കുന്ന ഒരു പാനീയം എന്താണ്? ഉത്തരം വീഞ്ഞ്, 4-7. അടുത്ത ചോദ്യം, ഭയമോ പേടിയോ ഇല്ലാത്ത അവസ്ഥയെ സൂചിപ്പിക്കുന്ന വാക്കേത്? ഉത്തരം നിർഭയം, 4-8. അടുത്ത ചോദ്യം, വർദ്ധിപ്പിച്ചത് എന്താണ്? ഉത്തരം ധാന്യവും വീഞ്ഞും, 4-7. അടുത്ത ചോദ്യം, ഈ അധ്യായത്തിൽ 2 പ്രാവശ്യം മാത്രം കാണുന്ന ഒരു സാങ്കേതിക പദം? ഉത്തരം സേല. ഇതിനെപ്പറ്റി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്.